മലപ്പുറത്ത് വെള്ളക്കട്ടയിൽ ഷോക്കേറ്റ് 15കാരൻ മരിച്ച സംഭവം ഇന്നലെ ഉണ്ടായത്. അതിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. കാട്ടുപന്നി ഇറച്ചിക്ക് വേണ്ടി കെണിവെച്ച വഴിക്കടവ് സ്വദേശി വിനേഷാണ് അറസ്റ്റിലായിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഫുട്ബോൾ കളിച്ചു മടങ്ങി വരുന്നതിനിടെ ഇന്നലെ രാത്രിയാണ് 10ാം ക്ലാസ്സുകാരനായ അനന്തുവിന്റെ ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന 2 പേർ ചികിത്സയിലാണ്. അനന്തുവിന്റെ പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. CV അനുമോദുണ്ട്. അനുമോദ്, ഈ 2 പേർ, അതായത് പ്രധാന പ്രതിയായ ഒരാളുണ്ട്, ഇയാളുടെ സ്ഥലത്താണ് ഈ പന്നിക്കായുള്ള ഇലക്ട്രിക് വേലി വെച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പന്നിക്കെണിയായിരുന്നു അത്. രണ്ടാമത് അറസ്റ്റിലായ ആൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം എന്താണ്? മറ്റെന്തൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? രഞ്ജിത്ത്, ഇതിൽ ഒരാളാണ് ഇതിൽ മുഖ്യപ്രതി. വിനേഷ് എന്നാണ് അതിൽ മുഖ്യപ്രതിയുള്ളത്. അയാളുടെ സ്ഥലത്തല്ല, അയാളാണ് ഈ കെണി ഒരുക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നത്. ഈ വൈദ്യുതി പോസ്റ്റിൽ നിന്നും വൈദ്യുതി മോഷ്ടിച്ച് ചോർത്തി കമ്പി വഴി ഈ തോട്ടിലൂടെ നീളത്തിൽ അത് സ്ഥാപിച്ച് അത്തരത്തിൽ കെണി വെച്ചിരിക്കുന്നത് ഇയാളുടെ നേതൃത്വത്തിലാണ് എന്നാണ് അറിയുന്നത്. മറ്റാൾ ഇതിന് സഹായിയായി മാത്രം നിന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇയാൾക്ക് എതിരെ, ഈ മുഖ്യപ്രതിക്കെതിരെ നരഹത്യാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിലമ്പൂർ DYSP ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്ന് വ്യക്തമല്ല. ഇതിലെന്താണ് പോലീസിൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു നടപടിയെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാമെന്നാണ് കരുതുന്നത്. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ സാധ്യത കുറവാണ്. അദ്ദേഹം കുടുംബത്തെ കണ്ട് മടങ്ങി വരികയാണ്. അദ്ദേഹം പ്രതികരിക്കാനില്ല എന്ന നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇത് സംബന്ധിച്ച് കൂടുതൽ SP ആയിരിക്കാം ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുക എന്ന വിവരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. കാരണം ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഇപ്പോൾ CPM ആരോപിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നും CPM നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും പറയുന്നത് ഇതിൽ മുഖ്യപ്രതിയായിട്ടുള്ള വിനേഷ് കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇത് കോൺഗ്രസിൻ്റെ വാർഡാണ്. ഈ 9ാം വാർഡ് എന്നുള്ള മേഖല കോൺഗ്രസിൻ്റെ വാർഡാണ്. വഴിക്കടവിൻ്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡാണ്. ഈ വൈസ് പ്രസിഡന്റും UDF സ്ഥാനാർത്ഥിയും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. അത്തരത്തിൽ ഒരു ചർച്ച അല്ലെങ്കിൽ അത്തരത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് അന്വേഷിക്കേണ്ടത്. നേരത്തെ ഇടതുപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ UDF ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി അവർ ഈ ഒരു മരണത്തെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ UDFനെതിരെ LDF തിരിക്കുന്നു എന്നതാണ്, അല്ലെങ്കിൽ UDFനെതിരെ LDF പ്രയോഗിക്കുന്ന സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മരിച്ച അനന്തുവിൻ്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം MV ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ വെച്ച് തന്നെ വ്യക്തമായിട്ട് അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ അത് LDF UDFനെതിരെ വലിയ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതിൽ പ്രതിയുടെ രാഷ്ട്രീയം ഒരു വിഷയമാണ്. നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, M സ്വരാജ് രാവിലെ ഇവിടെ വന്ന് സന്ദർശിച്ച് മടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രതിയുടെ രാഷ്ട്രീയം ഇവിടെ ഞങ്ങൾ പരാമർശിക്കുന്നില്ല, ആ ഒരു പാർട്ടിയെ ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല എന്നാണ്. പക്ഷേ 2 മണിക്കൂറിനിപ്പുറം MV ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ വന്ന് പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറുന്നു. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറുന്നു. അതായത് രാഷ്ട്രീയമായിട്ട് അനന്തുവിൻ്റെ ഈ ഒരു ദാരുണാന്ത്യം ഇവിടെ തെരഞ്ഞെടുപ്പ് വേദിയിൽ വലിയ തോതിൽ തന്നെ ചർച്ചയായി വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതായത് ഈ വിഷയം ആദ്യം ഇന്നലെ നമുക്കറിയാം, മണിക്കൂറുകളോളം ഉപരോധം നടത്തി. കോൺഗ്രസ് നേതാക്കളടക്കം അവിടെ ഉണ്ടായിരുന്നു. നിരവധി പ്രവർത്തകർ തടിച്ചുകൂടി. സംഭവത്തിൻ്റെ ഗതി മാറുന്നത് ഇതൊരു പന്നിക്കണിയാണ്, അല്ലാതെ പന്നികളെ തുരത്താനല്ല. ഇങ്ങനെ പന്നികളെ കെണിയിൽപ്പെടുത്തി ഇറച്ചി കച്ചവടമൊക്കെ അനധികൃതമായി നടത്തിയിരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് മീൻ പിടിക്കാൻ പോയ വഴി പെട്ടതാണ് എന്നുള്ളതാണ്. പിന്നീട് ഫുട്ബോൾ കളിച്ച് മടങ്ങി വരുന്ന വഴിയാണ് ഇവർ അപകടത്തിൽപ്പെടുന്നത് എന്ന കാര്യമൊക്കെ വ്യക്തമാവുകയാണ്. ഈ ഹർത്താലടക്കം പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു എന്നൊക്കെയുള്ള ആരോപണം, അത് വസ്തുത ഉള്ള കാര്യമാണോ? ഇപ്പോൾ പുതിയ സംഭവവികാസങ്ങളുടെ പേരിലാണോ പ്രതിഷേധത്തിൽ നിന്ന്, സമരത്തിൽ നിന്ന് കോൺഗ്രസ് അല്പമൊന്ന് പുറകോട്ട് മാറിയിരിക്കുന്നത്? അനുമോദ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം. ഇന്നലെ രാത്രി UDFും BJPയും ഇത് LDFനെതിരെ, സർക്കാരിനെതിരെ വലിയ ഒരു ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അവരുടെ ആദ്യഘട്ടത്തിലെ പ്രതിഷേധവും പ്രക്ഷോഭവും അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ അങ്ങനെ തന്നെ. ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷമാണ് അതിൻ്റെ ഒരു നിജസ്ഥിതി വ്യക്തമാവുന്നത്. ഇത് നിലമ്പൂരിലെ തന്നെ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും ഉള്ളിലേക്കുള്ള ഒരു മേഖലയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് വഴിക്കടവ് പഞ്ചായത്തിലെ 9ാം വാർഡ്. ഇവിടെ രാവിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പ്രദേശത്തെത്തി
ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൃത്യമായിട്ട് ഇതൊരു വനമേഖലയിൽ സുരക്ഷാ വേലിയായിട്ട്, അതായത് തൻ്റെ വിളകൾ സംരക്ഷിക്കുവാൻ കർഷകൻ സ്ഥാപിച്ച വേലിയിൽ നിന്നല്ല, മറിച്ച് അനധികൃതമായി വൈദ്യുതി ചോർത്തി കാട്ടുപന്നിയെ പിടികൂടാൻ വെച്ച കെണിയാണ് ഇവിടെ ഈ ഒരു ദുരന്തത്തിലേക്ക് വഴിയൊരുക്കിയതെന്ന വിവരം പുറത്താകുന്നു. അങ്ങനെ ഇതിലൊരു സർക്കാരിനെ നേരിട്ട് വന്യജീവി ആക്രമണവുമായിട്ട് ഈ കാര്യം നേരിട്ട് പരാമർശിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നു. തുടർന്ന് രാവിലെ തന്നെ ഇടതുപക്ഷം വനമന്ത്രി ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച് തിരിച്ച് പ്രസ്താവന നടത്തുന്നു. അതായത് ഈ സംഭവം നടന്ന നിലമ്പൂരിലാണെങ്കിലും മലപ്പുറത്ത് ആണ് ആദ്യം പ്രതിഷേധം നടത്തിയത്. അതിനെ ചുവട് പിടിച്ച് തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കുന്നു. അതായത് സംഭവം നടന്ന സ്ഥലം, പ്രതി പിടിയിലായപ്പോൾ അയാളുടെ രാഷ്ട്രീയം, ഈ പ്രതിയും അതുപോലെ തന്നെ ഈ മേഖലയിലെ ഈ പ്രദേശത്തെ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ബന്ധം, അദ്ദേഹവും അതിന് പുറമെ ഈ വൈസ് പ്രസിഡന്റും അരിടൻ ഷൗക്കത്തുമായിട്ടുള്ള ബന്ധം, അങ്ങനെ കണക്ട് ചെയ്ത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണോ എന്ന ചോദ്യം LDF തിരിച്ചു ചോദിക്കുമ്പോൾ ഇന്നലെ UDF നടത്തിയ ആ പ്രതിഷേധം അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള നീക്കത്തിൻ്റെ മുനയൊരുക്കുക മാത്രമല്ല, നിലമ്പൂർ രാഷ്ട്രീയത്തിൽ വനം വകുപ്പിനെതിരെ ഈ മലയോര മേഖലയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ മറ്റൊരു തലത്തിലേക്ക് എത്തുമായിരുന്ന സാഹചര്യത്തെ വഴിതിരിച്ചുവിടാൻ കൂടി ഈ ഒരു പ്രസ്താവനകൾ കൊണ്ട് LDF ഉപയോഗിക്കുന്നുണ്ട്. LDF ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് UDFനെ ഈ ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കാനാണ്, അല്ലെങ്കിൽ LDFന് മേൽ, അത് സർക്കാരിന് മേൽ ഉയർന്നേക്കാവുന്ന പല ആക്ഷേപങ്ങൾക്കും ഒരു തടയിടാനുള്ള ഒരു പ്രതിവിധി കൂടിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ മാറി മറിയുന്നു. ഏറ്റവും ഒടുവിൽ അനന്തുവിൻ്റെ മരണം അത് ഒരു രാഷ്ട്രീയ പോരായി മാറുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങുകയാണ്. നേതാക്കൾ തുടർച്ചയായി കുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. രാവിലെ UDF സ്ഥാനാർത്ഥിയെത്തി, LDF സ്ഥാനാർത്ഥിയെത്തി, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ എത്തുന്നു, CPMൻ്റെ പ്രമുഖ നേതാക്കളൊക്കെ അവിടെ എത്തുന്ന പശ്ചാത്തലം ഉണ്ട്. എന്താണ് ജനം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നിർണായകം. PV അൻവറും സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധങ്ങൾ എന്നുള്ളതിനെ അദ്ദേഹം എതിർക്കുന്നു. അപ്പോഴും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നു. വഴിക്കടവ് സ്വദേശി ബിനീഷ് എന്നയാളാണ് മുഖ്യപ്രതി. ഇയാൾ വൈദ്യുതി അടക്കം അനധികൃതമായി മോഷ്ടിച്ചാണ് ഇത്തരത്തിലൊരു സംഭവം നടത്തിയത് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ ഇത്തരം പന്നിക്കണികൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നു. കാട്ടുപന്നിയുടെ ഇറച്ചിക്കായി വലിയ പണമൊക്കെ നൽകിയാണ് പലരും ഇത് വാങ്ങുന്നത്. അനധികൃതമായി ചെയ്യുന്ന സംഭവത്തിലാണ് ദൗർഭാഗ്യകരമായി ഈ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഫുട്ബോൾ കളിച്ചിട്ട് വരുന്നതിനിടെയാണ് അപകടമെന്ന് മരിച്ച അനന്തുവിനൊപ്പമുണ്ടായിരുന്ന ഷാനു പറഞ്ഞു. മീൻ പിടിക്കാൻ പോയതല്ല, ഷാനുവിൻ്റെ കാലിൽ പൊള്ളലുണ്ട്, ആരോഗ്യനില തൃപ്തികരമാണെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി.